ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഉപ്പേരിയാണ്. കോളിഫ്ലവർ വെച്ച് നല്ല മുട്ടയും വെച്ച് നല്ല ടേസ്റ്റിയായ നല്ലൊരു ഉപ്പേരിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇതിൽ നിന്ന് അടത്തിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പിന്നെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് ഈ കോളിഫ്ലവർ ഇട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം. അതിനുള്ളിൽ പുഴുവും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. അത് പിന്നെ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം അത് പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അത് ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതിന് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് പൊട്ടിച്ചെടുക്കണം. പിന്നെ കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തിട്ടും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അതിലേക്ക് പിന്നെ 3 പച്ചമുളകും നടുവേ കീറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആണെങ്കിൽ അതിട്ടാൽ മതി. എൻ്റെ ഒരു ഇഞ്ചി പേസ്റ്റും മറ്റു വെളുത്തുള്ളി അരിഞ്ഞതോ ആയിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഒരു സവാള ഇച്ചിരി ഒരു മീഡിയം സൈസുള്ള ഒരു സവാള പിന്നെ നേരിയതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ടെടുത്തിട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അതിനുശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ എരിവൊന്നും ഇതിൽ ഇടണില്ല, മഞ്ഞൾപ്പൊടി മാത്രം ഇടണുള്ളൂ, മുളക് പൊടിയൊന്നും ഇടണില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 3 ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തതാണ്. നമ്മൾ കാബേജിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് പിന്നെ ഒന്ന് ആവിയേറ്റെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഈ ആവി കിടന്ന് മാത്രമേ ഇത് വേകാൻ പാടുള്ളൂ. പിന്നെ ആവിയിൽ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. അതൊരുവിധം വെന്ത് വരുമ്പം അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. പിന്നെ തേങ്ങയും കൂടി ഇട്ടെടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതും ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആവിയേറ്റെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ആവിയിൽ തന്നെ കിടന്ന് ഇത് വെന്തിട്ടുണ്ട്. മൂടി വെച്ച് ആവി കയറ്റുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ആ ഇത് ഒന്ന് സൈഡിലേക്കൊക്കെ നീക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് 2 കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ഇട്ടിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒരുവിധം വെന്തിട്ടുണ്ടാവും മുട്ട. അപ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം തന്നെ നമ്മൾ അതിലേക്ക് ഇളക്കി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ടയുടെ പീസായിട്ട് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. മുട്ടയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് പിന്നെ കഴിക്കുമ്പോൾ. ഇപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ വെന്തതാണ്. ഇനി മുട്ടയും കൂടെ ഒന്ന് ആവി കയറിയാൽ മതി. അതിന് പിന്നെ അത് ഓഫ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ്. ചോറിന് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെ മതി ചോറ് കഴിക്കാനായിട്ട്. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ ജോലിക്ക് പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.